കാസർഗോഡ് കേളുകുട്ടി അയ്യപ്പനഗർ അയ്യപ്പ ഭജന മന്ദിരത്തിൽ ശ്രീ അയ്യപ്പ ഭഗവാന്റെ നൂതന രചിത രേഖാ പ്രതിഷ്ഠ ഭക്തിയുടെ നിറവിൽ നടന്നു. ബ്രഹ്മശ്രീ ഉളിയ വിഷ്ണു ആശ്രയുടെ കാർമ്മികത്വത്തിലായിരുന്നു വൈദിക ചടങ്ങുകൾ നടന്നത്. 4 ദിവസങ്ങളിലായുള്ള ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ ധാർമ്മിക സാംസ്കാരിക പരിപാടികളും നടന്നുവരുന്നുണ്ട്. ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയാ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് കേളുകുട്ടി അയ്യപ്പനഗർ അയ്യപ്പ ഭജന മന്ദിരത്തിലെ വാർഷികവും പുനഃപ്രതിഷ്ഠാ മഹോത്സവവും നാടിനെ ഭക്തിസാന്ദ്രമാക്കുന്നു. അയ്യപ്പ ഭഗവാന്റെ നൂതന രചത രേഖാഫലക പ്രതിഷ്ഠ 9:36 കുംഭലഗ്ന ശുഭ മുഹൂർത്തത്തിൽ ബ്രഹ്മശ്രീ ഉളിയ വിഷ്ണു ആശ്രയുടെ കാർമ്മികത്വത്തിൽ നടന്നു. രാവിലെ 7 മണിക്ക് ഗണപതി ഹോമത്തോടുകൂടിയാണ് പൂജാകർമ്മങ്ങൾക്ക് തുടക്കമായത്. എടനീർ മഠാധിപതി ശ്രീ സച്ചിദാനന്ദ ഭാരതി സ്വാമിജിക്ക് പൂർണ്ണകുംഭ സ്വാഗതവും നൽകി. പ്രതിഷ്ഠയ്ക്ക് ശേഷം ധാർമ്മിക സഭ നടന്നു. ബ്രഹ്മശ്രീ ಉಳಿಯ ವಿಷ್ಣು ಆಶ್ರ ಸಚ್ಚಿದಾನಂದ ಭಾರತಿ ಸ್ವಾಮೀಜಿ എന്നിവർ ಆಶೀರ್ವಚನ നൽകಿ. ಖಂಡಿತವಾಗಿಯೂ ಧರ್ಮ ಇನ್ನಷ್ಟು ಗಟ್ಟಿಯಾಗುವುದರಲ್ಲಿ ಯಾವುದೇ ಸಂದೇಹ ಇಲ್ಲ. ಅಂತಹ ಕೆಲಸವನ್ನು ಇವತ್ತು ಶಬರಿಮಲೆ ಅದರಲ್ಲಿ ನೆಲೆಯಾಗಿರುವಂತಹ ಅಯ್ಯಪ್ಪ ಸ್ವಾಮಿ ಆ ಸೇವೆಯನ್ನು ಎಲ್ಲ ಭಕ್ತರಿಂದ ಕೂಡ ಮಾಡಿಸ್ತಾ ಇದ್ದಾನೆ. ಇವತ್ತು ಆ ಅಯ್ಯಪ್ಪ ಸ್ವಾಮಿಯ ಒಂದು ಸಾನ್ನಿಧ್ಯವನ್ನು ಹೊಂದಿ ಬಹಳ ಸುಂದರವಾಗಿ ನೂತನ ರಜತ ರೇಖಾಫಲಕ ಇವತ್ತಿಗೆ ಪ್ರತಿಷ್ಠಾಪನೆಗೊಂಡಿದೆ. ನಮಗೆ ನೋಡುವಾಗಲೇ ಬಹಳಷ್ಟು ಮನಸ್ಸಿಗೆ ಸಂತೋಷವಾಗ್ತದೆ. ಆ ರೀತಿಯಲ್ಲಿ ಇವತ್ತು ಮಂದಿರದಲ್ಲಿ ಪ್ರತಿಷ್ಠಾಪನೆಗೊಂಡು ಈ ಪರಿಸರವನ್ನು ಎಲ್ಲ ಜನರು ಕೂಡ ಅದನ್ನು ಕಣ್ತುಂಬಿಕೊಂಡಿದ್ದಾರೆ. ಮುಖ್ಯವಾಗಿ ಇಂತಹ ಒಂದು ಉತ್ತಮವಾದಂತಹ ಒಂದು ವ್ಯವಸ್ಥೆಯನ್ನು ಹಿಂದೂಗಳಿಗೆ ಒಂದು ಬಹಳಷ್ಟು ಒಂದು ವಿಶ್ವಾಸಕ್ಕೆ ಅರ್ಹವಾದ ಒಂದು ಕೇಂದ್ರವನ್ನು ಈ ರೀತಿಯಲ್ಲಿ ನಡೆಸಿಕೊಂಡು ಬರ್ತಾ ಇರುವಂತಹ ಇದರ ಎಲ್ಲ ಅಧ್ಯಕ್ಷರಾದ ಎಲ್ಲ ಕಾರ್ಯಕರ್ತ ಬಂಧುಗಳನ್ನು ಈ ಸಂದರ್ಭದಲ್ಲಿ ವಿಶೇಷವಾಗಿ ಅಭಿನಂದಿಸ್ತಾ ಇದ್ದೇವೆ. റിട്ടയർഡ് ബാങ്ക് മാനേജർ അമ്മുറായി ചട്ല അധ്യക്ഷത വഹിച്ചു. ഗിരിധർ കാമത്ത്, ഗുരുസ്വാമികളായ ബാലകൃഷ്ണ, കൊറഗപ്പ, ശ്രീധര, വാസു, പവൻകുമാർ, നവീനകുമാരി എന്നിവർ സംബന്ധിച്ചു. അഡ്വക്കേറ്റ് പി മുരളീധരൻ സ്വാഗതവും സന്ദേശ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.